ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫേമസ് അറബിക് ഡിഷായ ഫലാഫിൽ റോൾ എങ്ങനെ റെഡിയാക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയോട് കൂടി ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ ഈ വൈറ്റ് കടല, എന്താ പറയുക, കാബൂൾ കടല എന്ന് പറയും നമ്മളിവിടെ. അപ്പോൾ അതിവിടെ 1 ഗ്ലാസ്സാണ് ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അത് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, ഹാഫ് സവാള, 2 ഗ്രീൻ ചില്ലി, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, അല്പം പുതിനയില, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, മല്ലിപ്പൊടി, ചില്ലി പൗഡർ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പം ആദ്യം ഹാഫ് കടല നമ്മൾ ആദ്യം എന്താക്കണം, ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഹാഫ് പാർട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ കടല ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്, ഇത്രയും ആവണ്ടു. അപ്പോൾ ബാക്കിയുള്ള ഹാഫാണ് നമ്മൾ പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത്. ഇതിപ്പം ഹാഫ് പാർട്ട് ഈ ഒരു പരുവത്തിലായാൽ മതി. അപ്പം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇത് മിക്സിയുടെ ജാറിലിടുമ്പോൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി ഹാഫ് പാർട്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ, അതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ബാക്കി ഹാഫിൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ സവാള, മല്ലിയില, പുതിനയില, ബാക്കി മസാല പൗഡറുകൾ, പിന്നെ ചെറിയ ജീരകം, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ നമുക്ക് അരഞ്ഞു കിട്ടും. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഫലാഫിൽ ഒരു നോൺ വെജ് ഡിഷ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനൊരു താല്പര്യക്കുറവുണ്ടാവും. കാരണം എല്ലാവരുടെ ഉള്ളിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, നോൺ വെജ് അല്ലേ, ഇതിൽ നമ്മൾ പിന്നെ ചിക്കനും മട്ടനും ബീഫും ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു ഇതുണ്ടാവും, അയ്യേ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, കടലയെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും വരും. എനിക്കായെങ്കിൽ പോലും ആദ്യം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഒരു തവണ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കി ഹാഫും കൂടി നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെക്കൻഡായിട്ട് ഇപ്പോൾ അരച്ചെടുത്തതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതും സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ച് മിക്സാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 hours ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ 2 hours കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പാനിൽ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാകും. പക്ഷേ ഫലാഫിലിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പാണ്. ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താലാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ എല്ലാ ബോൾസും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ തന്നെ വേണം. അപ്പോൾ എന്നാലേ നമ്മുടെ ഉള്ളൊക്കെ നല്ല വെന്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിപ്പോൾ ഒറ്റ തവണ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ
ഈ ഫലാഫിൽ എന്ന് പറഞ്ഞ ഡിഷ് നമുക്കിങ്ങനെ വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ഉടനെ നല്ലൊരു ക്രിസ്പി ആയിരിക്കും. ഭയങ്കര പിന്നെ പുറം ഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലെയിൻ ആയിട്ട് കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ഫലാഫിൽ ഇവിടെ നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ഫലാഫലൊക്കെ നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, ഓയിലി അല്ല, ഒട്ടും ഓയിലി അല്ല, നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഇത് കഴിക്കാനായിട്ടും നല്ല നമുക്കങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറാണ്, നല്ലൊരു ഗ്രീനി വട, നല്ല ടേസ്റ്റിയാണ്. അപ്പം നമുക്കിനി വേണ്ടത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കിത് റോൾ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ക്യാബേജും. അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ കുബൂസിലേക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് മയോണീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുബൂസൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിങ്ങനെ ഓരോ ഫലാഫിലായിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇന്ന് പൊട്ടിച്ചിട്ട് വേണം, ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ 3 ഫലാഫിൽ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോ ആളുടെ ടേസ്റ്റിനനുസരിച്ച് വെക്കാം. 3 വെക്കുന്നത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 2 വെക്കാം. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ അതിലേക്ക് കുക്കുംബർ കട്ട് ചെയ്തതും വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ പൊട്ടാറ്റോ ഫ്രൈസും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് വെക്കുന്നത്. ഇത്ര വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി മയോണീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പം നോൺ വെജ് ഇഷ്ടമല്ല എന്നുള്ള ആളാണെങ്കിൽ മയോണീസ് സ്കിപ്പ് ചെയ്തിട്ട് ഹമ്മൂസോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ധൈര്യമായിട്ട് കഴിക്കാം. നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ല എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പം ഞാൻ ഒന്ന് ചെയ്ത പോലെ തന്നെ ബാക്കി എല്ലാ കുബൂസിലും ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഈ പൊട്ടാറ്റോ ഫ്രൈസും മയോണീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും. ഇപ്പം നമ്മുടെ വീട്ടിൽ ചിക്കനും മട്ടനൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ നോൺ വെജിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇത് ചെയ്തതും കഴിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും. എന്നാലും പോലും ഇനിയും കുറേ ആൾക്കാർ ഇതൊന്നും കഴിക്കാത്തവരുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം ഇനി അങ്ങോട്ടും എല്ലാവിധ സപ്പോർട്ടും തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.